Okay, so അടുത്ത പ്രോഗ്രാം again it's a fun quiz, but fun quiz with a twist. Okay. ഇതിനകത്ത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഡിയോ പ്ലേ ചെയ്യും, ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യും, ഒരു സൗണ്ട് ക്ലിപ്പ് പ്ലേ ചെയ്യും. You have to wait till the clip is done. അത് കഴിഞ്ഞിട്ട് there will be a question based on the sound that you heard. Okay, that is the game. Ready? No, we will not start. Cheta will not start. Ready ചോദിച്ചില്ലേ? നിങ്ങൾ yes or no പറഞ്ഞില്ല? ശരി. Louder എല്ലാവരും ശരി. Now we can start. Okay, കുഴപ്പമില്ല. റെഡിയാണ്? ഫസ്റ്റ് ക്ലിപ്പ് റെഡിയാണോ? ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഓക്കെ, ആദ്യം നമുക്ക് ഓഡിയോ ക്ലിപ്പ് കേൾക്കാം അല്ലേ? റെഡിയല്ലേ എല്ലാവരും? അറ്റൻറ്റീവ് ആയിട്ട് നേരത്തെ പോലെ കേട്ടോ. I'll ask the question, you can raise your hand, we'll come to you. ഒരു കാര്യം കൂടി ഉണ്ട്. We have a separate right? Wonderful. Smarter, what is smarter? Ready? Okay, play the first clip. ടോപ്പറാണ് ഓൾറെഡി, പക്ഷേ ഓവർ ടോപ്പർ കൂടിയാണ്. ചോദ്യമല്ല, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്? അയ്യോ അല്ല. നോ അല്ല, ഇടയ്ക്കല്ല. ആ കറക്റ്റ് ആൻസർ ചെണ്ട. ചെണ്ട വേറെ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നോ? കൈപൊക്കിയില്ല. അയ്യോ, അപ്പോൾ പ്രൈസ് കൊടുത്തു ചെണ്ടന്. ചെണ്ട പറഞ്ഞിട്ട് പ്രൈസ് കൊടുത്തു. ഓ ഇത് അത് കൈപൊക്കുണ്ടോ? കൈപൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയില്ല ആരാ ആൾക്കാരുടെ ആരാ പറഞ്ഞത് കേൾക്കില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ആദ്യം നേരത്തെ പറഞ്ഞ ആദ്യം നമ്മൾ കൈ വെക്കുന്നു, അപ്പൊ നമ്മൾ മൈക്കായിട്ട് വരുന്നു, പിന്നെ നിങ്ങൾ ആൻസർ പറയുന്നു. അപ്പൊ നമുക്ക് എന്താ, and if more than one person has raised their hands, please hold your hands up so that if you get a second option, we can always come to you. അല്ലേ? റെഡി അല്ലേ? ആച്ച റെഡി അല്ലേ? നോക്കാം. The main challenge is the paucity of land in Kerala. Yeah, that's a problem. Yes. We have the coast on one side and the hills on the other. In between, there is plenty of wetland and forest land as well. The question will be asked after the clip is played. So, okay, identify the voice. That's a wrong answer. Can I? അത് കഴിഞ്ഞിട്ട് after him it was that white shirt ഇട്ട ചേട്ടൻ കേട്ടോ, ഫസ്റ്റ് ഈ ചേട്ടൻ. ഈ ചേട്ടൻ. That is the right answer. Pinarayi Vijayan is the right answer. Good. Prize കൊടുത്തില്ലേ? Okay. Now, okay, third clip play ചെയ്യാൻ പോണം. ശ്രദ്ധിച്ച് കേട്ടോ. What is the name of this music form? The boy. തിരുവാതിര. No, that's the wrong answer. Maroon shirt. മോഹിനിയാട്ടം. അല്ലല്ലോ. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ക്ലിയർ ആയില്ല. എന്താണ് മ്യൂസിക് ഫോമിന്റെ പേരെന്താണ്? എന്ത് ജോണറാണ്? എന്ത് പാട്ടാണ്? In the genre of music. Which genre of music? Okay, you come back here. ഞാൻ ആൻസർ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ലോറി വിളിക്കേണ്ടി വരും. പറഞ്ഞോളൂ.
Correct. This is a temple art form ആണ് സോപാന സംഗീതം. Distinctly different ആണ് കഥകളി മ്യൂസിക്കിനെ കാണാനൊക്കെ. Okay. So we can move on to the next. We can move on to the next. Yeah. Simple question, please. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ ഈ യൂട്യൂബിൽ തോന്നുന്ന ഇഷ്ടം പോലെ ഉണ്ട്. സോപാന ഭയങ്കര ഫേമസ് ആണ്. പഴയ ടെമ്പിൾ ആർട്ട് ഫോം ആണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് കുറച്ച് ടഫാണ് ആക്ച്വലി. അല്ല ടഫാണെന്ന് തോന്നുന്നു. ചേട്ടൻ വിചാരിക്കണ ഇതേ ടഫായിരുന്നു അല്ല ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ ആര് പാടിയിട്ട് ഞാൻ ചോദിച്ചത് ഓമാന്ന് ചോദിച്ചത് കുഴപ്പമില്ല. ഓക്കെ നെക്സ്റ്റ് ആസ് എ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. Okay, ready? Play the clip, yeah. Okay. Question ഞാൻ ഇപ്പോഴേ പറയാം. You have to identify the singer. ദേവരാജ മാസ്റ്റർ അല്ല. This is very interesting. വളരെ അല്ല ചങ്ങനമ്പതി അല്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുകൊണ്ടാണ് ഇത് കേരളത്തിന്റെ തനതായ ഒരു ഡാൻസ് ഫോമിന്റെ പാട്ടാണ്. കേരളത്തിന്റെ തനതായ ഡാൻസ് ഫോമിന്റെ പാട്ടാണ്. കഥകളി പദമാണ്. ഇപ്പൊ ആർക്കെങ്കിലും പ്രീമിയം അപ്പൊ പിന്നെ നടന്ന സിനിമയിലും ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഡബിൾ പ്രൈസ് കൊടുത്താലോ? നമുക്ക് മറ്റേ ഒരു പ്രൈസിലേക്ക് മാറ്റാം. അല്ല ഒരു എക്സ്ട്രാ. ഓക്കെ എന്നാ ഞാൻ ആൻസർ പറയട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടായി പേര്. This person is Kalamandalam Hyder Ali. Very famous. One of the most renowned person in Kathakali Padam. Very famous. അതായിരുന്നു ആൻസർ. ഓക്കെ എനിവേ we'll move. അപ്പോൾ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എനിക്ക് ഒരു പ്രൈസ് വെച്ചിട്ട് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലിപ്പ് പ്ലേ ചെയ്യാം. Identify the instrument. Okay. നേരത്തെ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തില്ലേ? So somebody had answered this. They said this answer actually. മിടാവ് അതാണ് കറക്റ്റ് ആൻസർ. നേരത്തെ പറഞ്ഞ ആൻസർ അതാണ് ഞാൻ ശരിച്ചത് കേട്ടാൽ പറയുന്നത്. You know the instrument മിടാവ്? So മിടാവ് കൂടിയാട്ടം പറയില്ലേ? കൂടിയാട്ടം എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ഫോം ഉണ്ട്. പിന്നെ ചാക്യാർ കൂത്ത് അവിടെ. അപ്പൊ വലിയൊരു കുടം പോലത്തെ ഒരു സാധനം. വെരി യുണീക്.
have so many unique instruments in Kerala, very interesting art forms, very unique traditional instruments. So yeah, so that was the answer. So now we move on to the next one. Number 6, sir. 6, sir. Number 6, yeah. Okay. I don't do so. I don't have like it. I have to be honest. I'm doing myself. No disrespect. I don't think people expect magic from me, from Pushpa. No, pure collaboration, love for Susa. That's what it is. Very clear. I'll play that clip again. Can you cut the low mid a little bit and play that again? थोड़ा boomy आएगी और कुछ boomy आएगा और pretty ना होगा. थोड़ा low mid cut कीजिए. Then play the clip again. I don't think Pushpa is not anything. I don't do so. I don't have like it. I have to be honest. I'm doing myself. No disrespect or anything. I don't think people expect magic from me, from Pushpa. No, pure collaboration, love for Susa. My sort of is very clear. Okay, you just have to identify the voice. Fahad Fazil is the right answer. Yes. Okay, ini നമ്മുടെ we move to the last question. Okay, number 7. എന്താണ് ഈ ആർട്ട് ഫോമിന്റെ പേരെന്താണ്? കറക്റ്റ് ആണ്. വഞ്ചിപ്പാട്ട് ഇസ് റൈറ്റ് ആൻസർ. ആലപ്പുഴ വള്ളംകളി റെക്കോർഡ് ചെയ്യുന്നതാണ്. ആലപ്പുഴ വള്ളംകളി റെക്കോർഡ് ചെയ്യുന്നതാണ്. Okay, so great. So we come to the end of the segment. Let's move on to the next. Good questions are by the way. Thank you. That's what we do. അപ്പോൾ ആർച്ചൻ ഇത് കഴിഞ്ഞു ഇനി ഉണ്ടല്ലോ ഒരു പ്രോഗ്രാം ഇൻട്രസ്റ്റിംഗ് എന്താണത്? Okay, let's see. अच्छा तो हम चल दे. ചോദിക്കൂ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഫുഡ് കഴിക്കുന്നു. അല്ല 8 മണിയായോ? അല്ല, no, still time is there. फिर कब मिलोगे? നമുക്ക് വീണ്ടും നൊസ്റ്റാൾജിയയിലേക്ക് പോകുകയാണ്. Yes. പക്ഷേ now we'll go towards more my side. All Indian nostalgia. Yes. Okay. Bollywood nostalgia. Okay. ഇപ്പൊ നമ്മൾ മലയാളം retro music കണ്ടു. Okay. We saw dance on. Interesting. That was a very interesting performance. Appo for our Hindi audience, yeah, I'll keep pointing to you. You are my filler right now. So for our Hindi audience and for our young generation, அடுத்தது we have a Bollywood retro dance. So with a huge round of applause, welcome Mini Auntie, Jayashree Auntie, Nimisha Auntie, and Riya. Loud round of applause, everyone. I don't see you clapping. Yeah, good.
जान तमन्ना किधर जा रही हो, जरा पास आओ तुझे ना जाए, जरा पास आओ तुझे ना जाए, बदन पे सितारे लपेटे हुए, तो जान तमन्ना किधर जा रही हो, जरा पास आओ तुझे ना जाए, जरा पास आओ तुझे ना जाए। That was such a beautiful dance and so very well choreographed. അല്ലേ? Absolutely wonderful. അടുത്തത് specially for this Chetan because he wanted easier question, relatable question, no? Oh, ക്വിസിന്റെ ഫാൻസ് ആയി. ഡ്യൂ ടു പബ്ലിക് ഡിമാൻഡ് ഞങ്ങള് ഒരു ക്വിസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണോ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും പിന്നെ മലയാളത്തിൽ ജനറലി കുറച്ച് ബുദ്ധി കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഒക്കെ വരുന്നു. അപ്പൊ എല്ലാവർക്കും ആൻസർ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ഒരു ക്വിസും കൂടി ചെയ്യാം, പാട്ട് ക്വിസും കൂടി ചെയ്യാം. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഏതായാലും പിന്നെ നമുക്ക് ഒരു 2 ഫണ്ട് ഇവന്റ് കൂടിയാണ് ഇന്നത്തെ ഈവനിങ്ങത്തേക്ക് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂവിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു പ്ലോട്ട്, ഐ വിൽ എക്സ്പ്ലെയിൻ എ പ്ലോട്ട്, I will tell you a plot. You have to guess the movie. Okay, I will say the plot in English, and you have to guess which movie this is. Ready? Ready for it? Malayalam picture. Please. Malayalam picture. Malayalam picture. Huh? You have the prizes ready with you, right? Okay, great. So, while I tell you the plot, if you get it, you can raise your hand. We'll come to you. All right? You don't have to wait for me and finish it. I'll be looking here, so I need somebody to identify who raised the hand first. You are there, right? Okay, ready? A small town man becomes obsessed with revenge after a personal insult. What begins as a simple ego clash turns into a humorous yet intense journey that questions masculinity, pride, and social image. Once again. Once again, okay. A small town man becomes obsessed with revenge after a personal insult. What begins as a simple ego clash turns into a humorous yet intense journey that questions masculinity, pride, and social image. ഞാനൊരു അവിടെ എനിക്ക് മനസ്സിലായി. ക്ലൂ കൊടുക്കണോ? Can I? Yeah, sure. Can I try? Yeah, you can try, of course. മഹേഷിന്റെ പ്രതികാരം. That's the right answer. ഇത്ര ടഫ് ആണോ? If I had said revenge എന്ന് ഞാൻ മലയാളത്തിൽ പ്രതികാരം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞേനെ ഓ മഹേഷിന്റെ പ്രതികാരം. So that was an interesting question. Prize for the winner. This is blackmail. She's telling me not to answer anything. No, I'm sure she doesn't have any of these answers because ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. Don't worry. Okay. So, okay, and I'll ask you the next question. Interesting ആയിരിക്കും. കേട്ടോ. A small town tailor is struck by lightning and suddenly മിന്നൽ മുരളി. ആ കുട്ടി അറിയില്ല. എന്നെ മുട്ടിൽ കൊടുക്കും. ആ കുട്ടിക്ക് ഈ ചേട്ടൻ കൊടുക്കൂ, ആ കുട്ടിയുടെ ആൻസർ പറയൂ. ആ കറക്റ്റ് ആണ്. ഈ ചേട്ടനും ആ കുട്ടിയും രണ്ടുപേരും പഠിച്ചിരിക്കുകയാണ് പ്ലേസ് കേട്ടോ. അപ്പൊ പകുതിയാക്കണ്ടേ? ഓക്കെ, ഇനി ടോപ്പർ ഉണ്ടല്ലോ ഇവിടെ. ടോപ്പർ ചേട്ടാ കേട്ടു. അതായത് which Malayalam film became the India's official entry to Oscar in 2021? Malayalam film 2021 ഓസ്കറിന് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. എൻട്രി സെലക്ട് ആയിട്ടുണ്ടായിരുന്നു വൺ ഫിലിം ഇൻ 2021. ഒരു മലയാളം ഫിലിം ആയിരുന്നു. അല്ലല്ല, ആ കറക്റ്റ് ആണ്. ആ ചേട്ടൻ അഡ്രസ് കൊടുക്കും. ഇറ്റ് വാസ് 2021 ജല്ലിക്കട്ട് വാസ് ദ റൈറ്റ് മൂവി.
ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. സോ ഹിയർ വാട്ട് വർക്ക് ഓൺ യുവർ ഇൻസ്റ്റിങ്സ്. എത്ര പെട്ടെന്ന് ആയിക്കോട്ടെ അവരുടെ ആൻസർ ഉണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാൻ ചാൻസ് ഉണ്ട് അല്ലേ അല്ലേ? അപ്പൊ ഓഡിയോ ക്ലിപ്പാണ്, ഇതൊരു ഓഡിയോ ക്ലിപ്പാണ്. ഇറ്റ്സ് ഓഡിയോ ക്ലിപ്പ്. ലിസൺ ടു ദിസ്. ഷാമി ഹീറോ ഹീറോ സിനിമ ഏതാ പറയൂ സിനിമ ഏതാ? കറക്റ്റ് ആണ്. ആരുടെ വോയിസ് പറഞ്ഞത്? അതിനെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി ക്ലിപ്പ് നമ്പർ 4 നമ്മൾ പ്ലേ ചെയ്യാണ്. ക്ലിപ്പ് നമ്പർ 4. ഇവരാണ് അമേരിക്ക, ഞാനാണ് അമേരിക്ക. How many kilometers from Washington DC to Miami Beach? How many kilometers from Washington DC to Miami Beach? ഓക്കെ പറഞ്ഞോളൂ. ദാസ വിജയ അല്ല, ഒരു സെക്കൻഡ് ടൈം നോക്കിയേ. സരോജല്ല, അത് കറക്റ്റ് ആൻസർ ആണ്. എന്താ അറിയോ, ഈ പിന്നെ മോഹൻലാൽ ശ്രീനിവാസത്തെ കുറെ സിനിമകളുണ്ട്. അപ്പൊ എന്തൊക്കെ അറിയോ, എല്ലാം അങ്ങോട്ട് ഇത്രയൊന്നും അങ്ങോട്ട് മാറിയാൽ പടം തന്നെ മാറിപ്പോയി. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ട്രിക്കിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഓൺ ഓഡിയോ ക്ലിപ്പ്, റൈറ്റ്? അടുക്കുമ്പോഴല്ലേ ആളുകളെ കുറിക്കുന്നത്. നമ്മളെന്തായി നേരത്തെ കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും അതിൻ്റെതായ സാമൂഹിക രാവിലെ ജോലി ഇട്ടാൽ ഞാൻ അറിയിച്ചത് വലിയ സന്തോഷമാണ്. ഞാൻ ഇതിന് നല്ല ശരിയാണ്. നാടോടി കാറ്റ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് ഭയങ്കര ടഫാണ്. റെഡിയാണോ? നമ്പർ 6. come on. അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തലയിൽ എറിഞ്ഞ് ഒട്ടിച്ചു. പിന്നെ പിടിക്കാറുള്ളപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് വന്ന് എന്നോട് വന്ന് പറഞ്ഞു പച്ച സിനിമയുടെ പേര് കിലുക്കം is the right answer. Yes, കിലുക്കം is the right answer. Okay, ഇനി ലാസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് അത് കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോകണേ. ഓക്കെ, റെഡി? ഇത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഈ ഡയലോഗും. ശ്രദ്ധിക്കുക. റെഡി അല്ലേ? small pieces, take onion, cut small pieces, put chili chutney, put it in the oven, put some coconut. ഗ്രീൻ ചേച്ചി അങ്ങനെയാണ്. ഇവിടെയാണോ ആദ്യം? എന്താ പറഞ്ഞോളൂ. അച്ചുവിന്റെ അമ്മ കറക്റ്റ് ആണ്. അറിയുന്ന ആൻസർ. കുറച്ച് ലേറ്റ് ആയിപ്പോ അല്ലേ? പകുതി കൊടുക്കാം അല്ലേ? നമുക്ക് പ്രൈസ്. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, സോ we should now move on to the next program. So ഇനി നമ്മുടെ ഒരു മെഗാ പ്രോഗ്രാം ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് വേറെ മെഗാ പ്രോഗ്രാം ഉണ്ട്, which is like you all have already given your entries for the bumper lucky draw. So I think we should decide the winner now. Yes. Okay, അപ്പോൾ എങ്ങനെയാണ് പരിപാടി? നമ്മൾ ആരാണ് നറുക്കെടുക്കാൻ പോകുന്നത്? How do you plan it? Malabar guys, how do you plan to do it? Are we ready? We have all the entries there. Okay, so there are some people who are not here, but if we pick their name, we should give it to them, right? Yes. So who is going to come ahead and who is going to take the lot? We have the Malabar guys. Malabar guys are edutha shariya. We should ask. We have a baby. Huh? We have a baby. Evada? Kundru. Baby ku kodu. Let the baby pick, right? Absolutely. Get the baby. Baby kodu varu. Abigail. Ee baby ki marana vardi. Mixed really. Okay. മോളെ മാമന്റെ പേര് തന്നെ എടുക്കണേ. താല്പര്യമില്ല ഏതെങ്കിലും
She's not here. Oh, great. So Ria Varghese is Ria Varghese, I think we should tell her. She's actually getting ready for the next program. And Ria's father is there. Ria Varghese, Ria can call it sir. Call it sir. Sir, please come. Ria, congratulations. You beat the winner of the hero. Say your thanks to Abigail. There's a big. You want to say something? Sir, stay here. Come. Okay, come. But you have to collect the prize. So guys, here it is. The next program is Mega Tiruvadra. I would like all the dancers to come together and present us the event of the day that we've been waiting for. Mega Tiruvadra, everything ready? Just getting ready. Okay, no problem. We have a little minutes to spare. Till then, is there anyone in the audience who has some special talent, which you want to show to everyone? Introducing. Huh? There are many people who have not introduced. Apart from introducing, does anyone want to sing a song or perform? We've not known them, right? So Yeah. Yes. Sebi Francis, Vice President. Acacia 103. Acacia chairman അല്ലേ? Secretary. Okay. നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല എന്നതാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ നമുക്ക് തമ്മിൽ പരിചയപ്പെടുന്നത് അല്ലേ? പിന്നെ അങ്ങനെ പറയുന്ന ഒരു ഫൺ ഫാക്ട് ഒന്നും വരുന്നില്ല. അതൊരു ഫണ്ണാണ്. Okay. Jijo Joseph, wife Liji Jijo, flat number 1006, Ornella. The couple is in front of them. There's a fun fact over here. Interesting. Epo was in Mumbai. So last now 1 year back only. I think fun fact is not everybody. Actually Thrissur district. Oh, Thrissur was what? The gold capital of India. Unfortunately, I don't like this gold. Okay, no problem. Okay, so now Thank you. The Hi everyone, my name is Rakesh, my wife Jasur. Both of us live in Ornella 807. Something interesting about Interesting, our wedding was a two-stage wedding because I'm from Trivandrum and she is from Ludhiana, Punjab. So it's a reverse two-stage. That's the interesting part. Let's know about her also. Do you know anything in Malayalam? I know like 30 words. Most of them are food related. So you can say two non-food related. Venam, Venkam. Deed is house. Yes. More than enough. Usually when So what's your name? Say your name. my name is Jasur. Just know. Okay. Usually when one Malayalam say I know some Malayalam, you should be very careful what they say. Yes. Because you know the first words that guys speak up, right? Yes. Yeah, it's not, you can't say that. Yes. So, ഞാൻ വേറൊരു സംഭവം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് why is it that we kept this meeting, this get together on this particular day? That's what it could have been like a week earlier or a week later. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരു VIP-യുടെ ബർത്ത്ഡേ ആണ്. ആ VIP സ്വന്തമായി മുന്നോട്ട് വരുന്നു, അതുകൊണ്ട് ഞാൻ പിടിച്ചിറക്കി കൊണ്ടുവരുന്നു. ചിരിക്കേണ്ട സാർ പറഞ്ഞു. Happy birthday to you. Happy birthday to you. Happy birthday dear Yuga. Happy birthday to you. ശ്രീകുമാർ സാർ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ എന്താണ് ഫുൾ സപ്പോർട്ട് എന്നല്ലേ? ഫുൾ ബർത്ത്ഡേ ബോയ് ആണ്, ഫുൾ സപ്പോർട്ട് ആയിട്ട് ആർക്കിടെക്ട് സാർ മുമ്പോട്ട് വരും സാർ, കടന്നു വരും സാർ, കടന്നു വരും.
wishing me എല്ലാവർക്കും ഈ ഒരു സംരംഭം ഇത്ര നല്ലതായി ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വന്നില്ലെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. ഇനിയും തുടരെ അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും എൻ്റെ വിശ്വസിന് നന്ദി പറയുന്നു. Thank you. So, നമ്മുടെ നെക്സ്റ്റ് ഇവന്റ് തിരുവാതിരയ്ക്ക് നടക്കില്ല, മെഗാ ഇവന്റ്. The event we were not waiting for. And mind you, this event is mega event for a reason. Ivaru ella ദിവസം without fail they have been practicing for more than a month now. Oh, there's still time. We have One more minute. Yes, one more. We can still introduce them. Yeah, we'll continue introducing. I can speak. Name the Yes. So, giving the backstory, they have been practicing for every day from the past 1 month, and most of them after work കഴിഞ്ഞിട്ട് office കഴിഞ്ഞിട്ട് എല്ലാം ഡിന്നറിന് മുമ്പ് ഡിന്നറിന് കഴിഞ്ഞ് they would diligently meet and practice this dance. This art form is very beautiful. It is slowly getting forgotten also in like in modern cities. Okay, where people are forgetting our culture. So our effort to make us all remember our roots. So I think one of you can come ahead and introduce your team. So we have in this Nimisha aunty, Riya, Kavita aunty, Vani, Mini aunty, Hira aunty, Sindhu aunty, Jayashri aunty, Sheena aunty, and Meena aunty. Are you all ready or do you all have little time? Okay, so do you all want to talk about your experience, how it was while planning Tiruvadira? എത്ര ടൈം എടുത്തു നിങ്ങൾക്ക് ഈ തിരുവാതിര കൊറിയോഗ്രാഫ് ചെയ്യാൻ? എന്താണെങ്കിലും പറയാം. പ്രാക്ടീസ് ഞങ്ങൾ ആക്ച്വലി ഒരു 1 month കൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും നടത്താൻ പറ്റത്തില്ലായിരുന്നു, ജോലിയൊക്കെ ഉള്ള കാരണം. ബട്ട് സ്റ്റിൽ എല്ലാവരും സമയം കണ്ടെത്തി വരാൻ പറ്റുമ്പോഴെല്ലാം വന്നു. ഭയങ്കര മോർ ദാൻ പ്രാക്ടീസ് ആക്ച്വലി വി ഹാഡ് എ ഗുഡ് ടൈം. ഫൺ സ്റ്റോറി പറയാൻ പറ്റില്ല. അപ്പോൾ ഫൺ സ്റ്റോറി ഒരുപാടുണ്ടായിരുന്നു. ഫൺ സ്റ്റോറി ഗോസിപ്പുകളും ഉണ്ടാവും അല്ലേ? Gossip not about anybody else, but ആണെങ്കിൽ കുഴപ്പമില്ല. ഹസ്ബൻഡിനെ കുറിച്ച് തീർച്ചയായിട്ടും പിന്നെ പെടില്ല. വി എൻജോയ്. ഇനിയിപ്പോ നാളെ മുതൽ മിസ് ചെയ്യും. ഞങ്ങൾ പറഞ്ഞ നാളെ പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ വന്നിട്ട് 2 സ്റ്റെപ്പ് ചെയ്തിട്ട് പോവാം. But it was a very good time, and thanks to all these beautiful ladies, and they have tried our very best. Hopefully, ആരും മറക്കാണ്ടൊക്കെ നന്നായിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റ് വെച്ച് ഞാൻ ക്ഷമിച്ചേക്കണം. Special thanks to Sindhu. She's been extremely patient with all of us. We've been hooligans while practicing. Okay? Yeah. So, big thanks to Sindhu for her patience. And बहुत प्यार से समझाना. She's not lost her tempo even once. And we've given her chances to do that. Great. She's a great teacher, I guess. She's a very good teacher, extremely good, and very good human being also. Yeah, absolutely, yeah. Great, but in Varsham we had few performances. We hope that the next time we have it, whether Adutha Varsham or before next year, more of you all are there for practicing with them, for performing individually. And this is going to be our last performance for the day. We have few games left, but also innathe nammada opportunity vada koodan main purpose parna to get to know each other aanu. But avoid sitting with your own family, find new friends, find new people, and enjoy. Yeah. So, with that, with a huge round of applause, can we call upon the last act of today? More huge round of applause. Louder. Yeah, Mega Tiruvadira.
Thank you.
സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഇവിടെ ഈ ഫംഗ്ഷനിലെ ഈ ഡാൻസ് പരിപാടിയെല്ലാം ചെയ്തവർക്ക് ഞങ്ങളൊരു ബുക്കേ തരുന്നുണ്ട്. അതുകൊണ്ട് വന്നവരെല്ലാവരും വരണം. We want to appreciate your performance. Please come over the stage. Once again, all, everybody come. All participants, I think all dance forms, all dancers, I would like to request them to come on stage. All dancers are here? Yeah. Okay, all right, okay. Next year. इसको विश्व का आइडिया डिस्कस नहीं करना. हमने सिंधु ने reach out. We'll do this. Talking of appreciation. Engage faster towards Tambola. Yes, absolutely. We'll have our food and then we'll come back to the Tambola. The rest all of us, yes.
early 5 or early 5. Here top line, middle line, bottom line is 100 each. Totally 5 full houses, 250. So we are beginning now. Are you ready? Yeah. Next number is 50. Half century 5050. Ambala. Next is 3333 33. Next number 2929. Line fill you should stop us immediately. Price allowed. 7070 3131 3131 49 4949 66 66 Next is 56. 56. Ambati Aala. Single number 9. Obada. Next is yes. We have our Jaldi 5. Early 5 is gone. So first prize is out for Sheena. Now can we start again? 3737 19. The next number is 5555. Ambati Anje. Next number 8383. Enbatti Moona. Next number 45. 4545.
71. The next number is 30. 30. 86. 86. 2820. We have a winner. 39, 49, 66, 88. Congratulations. But luck follows. Their middle line. Sheena comes again. You got yes, middle line. Single digit 9. Yes. 29. Yes. 49. Yes. 58. 58 വന്നിട്ടില്ലല്ലോ. 58 വന്നല്ലോ. ഇപ്പോ വന്നു 58. ആ ദാ 71. So, Sheena backs her second prize. Sheena Lauren വിളിച്ചിട്ട് വന്നിട്ടുണ്ടോ പൈസ കൊണ്ടുപോകാൻ? ഞാൻ തീരുമാനിച്ചിട്ട് India had won first line 12, 33, 57, 71, 82. 57. No. Sorry, auntie, that's a mistake. So, first line is Rhonda. lucky. It was meant for her. They നേരത്തെ ജൽദിഫൈ പറഞ്ഞൊരാളുണ്ട്. He got first line. ചെക്ക് ചെയ്തല്ലോ. So now only full houses left. Only full house. Mahalakshmi Karnataka, we have 5 full houses left. We are getting 5 full houses. 5, 1, 51. Ambati 1. 5, 1, 51. Ambati 1. 50, 39, 59, 68, 90, 9, 29, 49, 58, 71, 10, 31, 42, 63, 86. 63 ആയിട്ടില്ല. അതാ ഇവിടെ. ആ ശരി. Okay, congratulations, Sheena. Thank you. So let's go. ഇത്തവണ ലക്ഷ്മി ചില വീടുകളിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. 8, 19, 38, 58, 78, 18, 26, 44, 62, 82, 3, 21, 35, 51, 72. Wait.
67 and 88. Now we have a surprise prize. Is there anybody having getting full house if you get one? Come. You are what? Number one. Number one. Full house. Number one. Full house ആവുന്നത് അറിയുന്നുണ്ടോ? എവിടെ പോയി? ദേ ഇത് നമ്മുടെ ഫണ്ടിനെ. Done. So we need vote of thanks. I think wait. One friend ready. Hello. മൈക്ക് അടുത്ത് പിടിക്കും. ലിയോ ഫാമിലിയിലെ രണ്ടാമത്തെ നമ്മളെ ഇന്ന് ആഘോഷിക്കുന്നു. നമ്മള് പ്രതീക്ഷയിൽ അത്രയും മെമ്പേഴ്സ് നമ്മളെ കിട്ടിയില്ല. മനസ്സിലായത് 2-3 മലയാളി പ്രോഗ്രാംസ് വെളിയിലുള്ളതുകൊണ്ട് നമ്മുടെ വർഷം ആൾക്കാരുടെ അറ്റൻഡൻസ് കുറഞ്ഞു പോയി. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കാര്യമായിട്ട് തന്നെ ആത്മാർത്ഥമായി ശ്രമിച്ചു. ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ എടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ ഇത് ഈ പ്രോഗ്രാം വളരെ സജീവമാക്കാൻ 2-3 പേരുടെ കോൺട്രിബ്യൂഷൻ എനിക്ക് പറയേണ്ടി വരുന്നു. ഒന്ന് വിനോദ് കൃഷ്ണൻ ഈ പൂക്കളമെല്ലാം ഒരുക്കി ഈ took lot of trouble in the sense to get the flower from the market, അത് അറേഞ്ച് ചെയ്യാനും ഇതെല്ലാം കിട്ടുന്ന നിസ്വാർത്ഥ സേവനം, അതായത് തന്നെത്താനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് ഞങ്ങൾക്ക് really we appreciate his contribution for making this function a grand success. Then ഇത് എല്ലാം ഇതിന്റെ മാസ്റ്റർ ഓഫ് സെറമണി ആയിട്ട് ഫംഗ്ഷൻ ചെയ്ത 2 പേരുണ്ട്. ഒന്ന് അർച്ചന ആൻഡ് ആർച്ച ആൻഡ് മിസ് ഗണേഷ്. അവർ 2 പേരാണ് ഈ പ്രോഗ്രാം നമ്മൾ ലൈവ് ആക്കിയത്. സോ നമുക്ക് ഒരു ബോറിംഗ് ഇല്ലാതെ അവരവരായിട്ടുള്ള ഐഡിയാസ് എല്ലാം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അതനുസരിച്ച് ചെറിയ ചെറിയ പൊയ്കകൾ കാണിച്ച് ഈ ഫംഗ്ഷനെ ജീവനുള്ളതാക്കി തീർക്കുന്നത് അവരുടെ 2 പേരുടെ കോൺട്രിബ്യൂഷനാണ്. ഈ വസന്തോസ് ഫാമിലിയുടെ നാമത്തിൽ ഞാൻ അവർക്ക് നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഞാൻ ഇത് ഏറ്റവും കൂടുതൽ സക്സസ് ആകാൻ സാധിച്ചത് വസന്തോസിലെ ലേഡീസിന്റെ കോൺട്രിബ്യൂഷനാണ്. കാരണം ഒരു സ്റ്റേജിൽ ഇത് ഞാൻ നടത്തണമെന്ന് പോലും ആഗ്രഹം വന്നില്ല. കാരണം റെസ്പോൺസ് വാസ് വെരി പുവർ. ബട്ട് ബിക്കോസ് ഓഫ് സിന്ധു ആൻഡ് ഹെർ ടീം practicing for so many days for this, so not put us down. So we took full vigor, we did it with the help of Mr. Srikumar, who was the force behind all this hard work. I seriously thank him for all his contribution. Thank you. Then one more thing, this financial support of Kota Tamna, that is through Malabar Board, through Miss Kavita, and she was always with us. Whenever there is a meeting called, she is always there to give her valuable suggestions, and really we are indebted to her for her contribution for making this function a success. Thank you. Wait. Members who directly or indirectly helped us to make this program a grand success. Okay, thank you very much. All of your support and the love only made us this thing. Okay, thank you very much once again. Wait. Photo എടുക്കട്ടെ.